കരുതുന്ന കർത്താവിൻ്റെ ശബ്ദമാണ്. ഈ ജനം 3 നാളായിട്ട് എന്നോട് കൂടെ ഇരിക്കുക. പ്രാർത്ഥനയായിട്ട്, വചന കേൾവിയായിട്ട് കൺവെൻഷനിലിരിക്കുന്ന ജനത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അവരെ പട്ടിണിയായിട്ട് ഞാൻ വിട്ടയക്കല, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടേ ഞാൻ വിടത്തുള്ളൂ. യേശു കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു അവർക്ക് കൊടുത്തു. നമുക്കൊരു ഫിസിക്കൽ നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകും? ആത്മീയമൊക്കെ ഒത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞാൽ ആത്മീയം മാത്രമേ കർത്താവിനോട് ചോദിക്കാവൂ എന്ന് ചിലർ പറയുന്നു. അങ്ങനെയില്ല. ഈ ഇൻസിഡൻ്റ് ഒക്കെ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ എന്താവശ്യത്തിനും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിൻ്റെക്ക് പോകുന്നത്. അതാണ് അന്തസ്സ്, അതാണ് ദൈവത്തിന് ഇഷ്ടവും. അവൻ കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. നമ്മുടെ എമോഷണൽ നീഡ്സ്, ഓരോ മനുഷ്യനുമുള്ള ഫിസിക്കൽ നീഡ്, ആത്മീയ, ശാരീരിക, മാനസികമായ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ കഴിയും, മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്ന് അനേകം പേര് ആത്മഹത്യയുടെ വഴി തേടുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സഭയിലേക്ക് വാ, ആശ്വാസം കൈക്കൊള്ളു.